ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, എൻ്റെ ജീവിതത്തിൽ ഇനി ഏത് ഡിറക്ഷനിലേക്ക് പോകണം? വിചിത്രമെന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ പ്രശ്നം എന്ത് ചെയ്യണമെന്ന് അറിയാത്തതല്ല, എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നതാണ്. അതുകൊണ്ടാണ് മനസ്സിൽ ഇത്രയും ബഹളം. നമ്മൾ പലപ്പോഴും കരുതുന്നത് എനിക്കിത് ചെയ്യാം, അത് ചെയ്യാം, ഒരുപക്ഷെ ഈ വഴിയിൽ പോയാൽ വിജയിക്കാം, അല്ലെങ്കിൽ ആ വഴി. ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ്. ഒരു വ്യക്തിക്ക് ഒരേ സമയം 4 നല്ല സർവകലാശാലകളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് കരുതും. അപ്പോൾ പ്രശ്നം അഡ്മിഷൻ കിട്ടാത്തതല്ല, ഏത് തിരഞ്ഞെടുക്കണം എന്നതാണ് പ്രശ്നം. ഇന്നത്തെ പല യുവാക്കളും അനുഭവിക്കുന്നത് ഇത് തന്നെയാണ്. അവർക്ക് കഴിവുകളുണ്ട്, അവസരങ്ങളുണ്ട്, പല വഴികളുണ്ട്. പക്ഷേ വഴികൾ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ വ്യക്തത കുറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമിതമായ പ്രശ്നങ്ങളല്ല പലപ്പോഴും നമ്മളിൽ ബഹളമുണ്ടാക്കുന്നത്, അമിതമായ സൊല്യൂഷൻസ് ആണ്. ഓരോ പ്രശ്നത്തിനും 10 വഴികൾ, ഓരോ തീരുമാനത്തിനും 100 പോസിബിലിറ്റീസ്. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പകരം അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ ചോദ്യം വരും, ഏത് വഴിയാണ് ശരി? ഇവിടെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിനുടൻ തന്നെ ഉത്തരം കിട്ടണമെന്നില്ല. കാരണം ഒരു ചോദ്യം രൂപപ്പെടുന്ന അതേ മെന്റൽ ലെവലിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയണമെന്നില്ല. നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അതേ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾക്ക് കൂടുതൽ ചിന്തയല്ല വേണ്ടത്, കുറച്ച് കൂടുതൽ വളർച്ചയാണ് വേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾക്ക് വളരെ വലുതായി തോന്നുന്ന ഒരു പ്രശ്നം 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ പേരിലാണോ ഞാൻ ഇത്രയും വിഷമിച്ചത് എന്നോർത്ത് നിങ്ങൾ തന്നെ ചിരിച്ചേക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ മാറിയിരിക്കും, നിങ്ങളുടെ മെച്യൂരിറ്റി മാറിയിരിക്കും, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാറിയിരിക്കും, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ പഴയ പ്രശ്നം ചെറുതായി തോന്നും. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കൂ. ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അതേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇതാണോ അന്ന് എന്നെ പേടിപ്പിച്ചത് എന്ന് തോന്നും. ക്വസ്റ്റ്യൻ മാറിയതല്ല, നമ്മളാണ് മാറിയത്. ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഉടൻ അതിൻ്റെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടി വളരാനുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ മെച്യൂരിറ്റിയുടെ ലെവലിലാണ് ആ ചോദ്യം നിൽക്കുന്നത്. നിങ്ങൾ ഒരു ലെവൽ കൂടി വളരുമ്പോൾ അതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങും. ചിലപ്പോൾ ആൻസർ അന്വേഷിക്കേണ്ടി പോലും വരില്ല, ആൻസർ സ്വാഭാവികമായും തെളിഞ്ഞു വരും. ഇവിടെയാണ് സമയത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് വേഗം വേണം, ഇപ്പോൾ തന്നെ മാറ്റം വേണം, ഇപ്പോൾ തന്നെ ആൻസർ വേണം. പക്ഷേ വളർച്ചയും സമയത്തെയും പൂർണ്ണമായും വേർപെടുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഗ്രോത്ത് വേഗത്തിലാക്കാൻ ശ്രമിക്കാം, പഠിക്കാം, അനുഭവങ്ങളിൽ നിന്നും വേഗത്തിൽ പഠിക്കാം, നല്ല ആളുകളിൽ നിന്നും ഗൈഡൻസ് സ്വീകരിക്കാം. പക്ഷേ വളർച്ചയ്ക്കൊരു പ്രോസസ്സുണ്ട്. ഒരു വിത്തെടുത്ത് നോക്കൂ. അത് ഇന്ന് നട്ട് നാളെ ഒരു വലിയ മരമാവില്ല. ഒരു കുഞ്ഞ് ജനിച്ച് അടുത്ത ദിവസം വളർന്ന് മനുഷ്യനാകില്ല. ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഉടനെ വലിയ ഓർഗനൈസേഷൻ ആവില്ല. ഒരു ഓർഗനൈസേഷന് ഒരു ബ്രാൻഡായി മാറാനും സമയം വേണം. അതുപോലെ തന്നെ ഒരു പ്രശ്നമുള്ള റിലേഷൻഷിപ്പിന് സമാധാനത്തിലേക്ക് എത്താനും സമയം വേണം. നമ്മുടെ ഉള്ളിലെ ഈഗോ പോലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന അവസ്ഥയിൽ നിന്നും എല്ലാം എന്നിലൂടെ സംഭവിക്കുന്നു എന്നൊരു സറണ്ടറിലേക്ക് മാറാനും സമയം വേണം. അതുകൊണ്ട് വളർച്ചയ്ക്ക് സമയം ആവശ്യമാണ്. നിങ്ങൾ ജീവിതത്തിന് സമയം കൊടുക്കുന്നതല്ല, നിങ്ങൾ തന്നെ മെച്ചുറാകാൻ സമയം കൊടുക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പല അനുഭവങ്ങളും ആ സമയത്ത് വേദനിപ്പിക്കും. ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകും, ചില ബന്ധങ്ങൾ തകരും, ചില അവസരങ്ങൾ നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതെനിക്ക് സംഭവിക്കുന്നത്? പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തെ ഞാൻ ആകുമായിരുന്നില്ല. അതാണ് ജീവിതത്തിൻ്റെ മനോഹാരിത. അനുഭവങ്ങൾ നമ്മളെ വേദനിപ്പിക്കാൻ മാത്രം വരുന്നതല്ല, നമ്മളെ വളർത്താനാണ് അവയിൽ പലതും വരുന്നത്. ഓരോ അനുഭവവും നമ്മുടെ മെച്യൂരിറ്റിയിലേക്ക് എന്തെങ്കിലും ചേർക്കുന്നു. ഓരോ പോരാട്ടവും നമ്മുടെ പെർസ്പെക്റ്റീവിനെ കുറച്ചുകൂടി വിശാലമാക്കുന്നു. ഓരോ പരാജയവും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മളെക്കാൾ കുറച്ചുകൂടി മെച്യൂറായ ഒരാളായി നാളെ നമ്മൾ മാറുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ വളരെയധികം അലട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി ചിന്തിക്കൂ. ഈ പ്രശ്നത്തിന് ഉടനൊരു ആൻസർ വേണമെന്നാണോ എൻ്റെ ആവശ്യം? അതോ ഈ പ്രശ്നത്തെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ചുകൂടി വളരണമെന്നാണോ? ഒരുപക്ഷെ രണ്ടാമത്തേതായിരിക്കും ശരി. അതിനാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ ഉത്തരവുണ്ടാകണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല. എല്ലാ കൺഫ്യൂഷനും ഉടൻ ക്ലാരിറ്റി വേണമെന്നില്ല. ചില ചോദ്യങ്ങൾ നമ്മളെ വളർത്താനായി കുറച്ചു കാലം നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. നമ്മൾ വളരുമ്പോൾ അവയുടെ ഉത്തരങ്ങളും തെളിയും. ഇനി ഒരു കാര്യം കൂടി, ദൈനംദിന ജീവിതം ഒരിക്കലും പൂർണ്ണമായും മാറില്ല. രാവിലെ എഴുന്നേൽക്കണം, ജോലിക്ക് പോകണം, കുടുംബത്തെ നോക്കണം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ചില ദിവസങ്ങൾ നല്ലതായിരിക്കും, ചില ദിവസങ്ങൾ മോശമായിരിക്കും. ഇതൊന്നും പൂർണ്ണമായി മാറാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ മാറാം, നമ്മുടെ മെച്യൂരിറ്റി മാറാം, നമ്മുടെ അവയർനെസ് മാറാം, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറാം. അപ്പോൾ അതേ ജീവിതം തന്നെ വേറൊരു അനുഭവമായി മാറും. ഇതാണ് യഥാർത്ഥ മെച്യൂരിറ്റി. വലിയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതല്ല, ചെറിയ കാര്യങ്ങൾ നിങ്ങളെ അലട്ടാതാകുന്നതാണ് മെച്യൂരിറ്റി.
മുമ്പ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ച കാര്യം ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ പുഞ്ചിരിയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. മുമ്പ് നിങ്ങളെ തകർത്തൊരു സിറ്റുവേഷൻ ഇന്ന് നിങ്ങൾക്ക് ശാന്തമായി നേരിടാൻ കഴിയുന്നു. മുമ്പ് മണിക്കൂറുകൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് വിട്ടുകളയാൻ കഴിയുന്നു. അതാണ് വളർച്ച. അങ്ങനെ ഓരോ ദിവസവും ഒരല്പം കൂടി മെച്യൂരിറ്റിയോട് ജീവിക്കാൻ കഴിയുമ്പോൾ പുറത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കേണ്ടതില്ല. ജീവിതം തന്നെ ഒരു ആഘോഷമായി തോന്നി തുടങ്ങും. സാധാരണമായ ഒരു ദിവസം പോലും അസാധാരണമായി അനുഭവപ്പെടും. കാരണം ജീവിതം മാറിയതുകൊണ്ടല്ല, ജീവിതത്തെ കാണുന്ന നിങ്ങൾ മാറിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ആൻസർ അല്ല, കുറച്ചുകൂടി ഗ്രോത്ത് ആണ്. നിങ്ങൾ വളരുക, നിങ്ങളുടെ മെച്യൂരിറ്റി ഉയരട്ടെ, നിങ്ങളുടെ അവയർനെസ് ഉയരട്ടെ. പിന്നെ ഒരിക്കൽ ഇന്നത്തെ ഈ പ്രശ്നത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നിങ്ങൾ പറയും, അന്ന് ഞാൻ എന്തിനാണ് ഇത്രയും വിഷമിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ജീവിതം എനിക്ക് ഉത്തരം നൽകാൻ വൈകിയതല്ല, ഉത്തരം മനസ്സിലാക്കാൻ പാകപ്പെടാൻ എനിക്ക് സമയം വേണ്ടി വന്നതാണ്. അതാണ് ജീവിതം, അതാണ് വളർച്ച, അതാണ് പക്വത. ഓരോ ദിവസവും ഒരല്പം കൂടി പക്വതയോടെ ജീവിക്കുമ്പോൾ സാധാരണ ജീവിതം പോലും ഒരു ആഘോഷമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ടോ? കമൻറ്റ് ചെയ്യൂ. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ചോദ്യം മറ്റൊരാൾക്കൊരു പുതിയ പെർസ്പെക്റ്റീവ് നൽകുന്നുണ്ടാകാം. ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.